പ്രിയക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധ ബാവാ തിരുമേനി, ബഹുമാനപ്പെട്ട റോയ് പി തോമസ് അച്ഛൻ, സൈമൺ വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട പ്രൊഫസർ പി സി എലിയാസ്, Ministry of Human Empowerment Executive Members, Reverend Sisters, വിവിധ മേഖലകളിൽ നിന്നായി, വിവിധ ഇടവകളിൽ നിന്നായി ഇവിടെ ഐക്കോൺ എക്സലൻസ് അവാർഡ് വാങ്ങുവാൻ വന്നിരിക്കുന്ന കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. അധികം ദീർഘിക്കാതെയുള്ള ഒരു വളരെ ലഘുവായ ഒരു മീറ്റിംഗ് ആയിരിക്കും ഇത്. സ്വാഗത പ്രസംഗത്തിനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അതിന് തന്നെ കൂടുതൽ സമയമെടുക്കുന്നത് നിങ്ങൾ ക്ഷമിക്കുകയില്ലെന്ന് എനിക്കറിയാം. രാവിലെ മുതൽ തന്നെ നിങ്ങൾ ഇവിടെ വന്ന് വളരെ ശുഷ്കാന്തിയോടെ ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾ സംബന്ധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റ്, മാനവ ശാക്തീകരണ വിഭാഗം സഭയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒരു പ്രസ്ഥാനമല്ല. സൺഡേ സ്കൂൾ പോലോ യൂത്ത് മൂവ്മെൻറ്റ് പോലോ ഉള്ള ഒരു പ്രസ്ഥാനമല്ല, മറിച്ച് സഭയുടെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓരോ വർഷവും കുടുംബങ്ങളുടെ യഥാസ്ഥാനത്വത്തിനും നവീകരണത്തിനുമായി പല നല്ല പദ്ധതികളും നമ്മുടെ മിനിസ്ട്രി ആവിഷ്കരിക്കാറുണ്ട്. ഈ വർഷം കുടുംബങ്ങളിൽ ജലസംരക്ഷണവും ഊർജ സംരക്ഷണവും എങ്ങനെ നടത്തണം എന്നതിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്ന സിനർഗിയ എന്നൊരു പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ച് പരിശുദ്ധ ബാവാ തിരുമേനി 2017 വിഷയമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രോജക്റ്റ് നടക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് 2-3 കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ, വൈകാരിക വിക്ഷോഭം അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ തളർന്നുപോയവർ, ഇവരെയൊക്കെ സഹായിക്കത്തക്കവണ്ണം വിപാസന ഇമോഷണൽ സപ്പോർട്ട് സെൻറ്റർ എന്ന ഒരു സെൻറ്റർ ഒരു 25ഓളം വോളണ്ടിയേഴ്സിൻ്റെ വളരെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നടത്തുന്നുണ്ട്. അത് നമ്മുടെ CMS കോളേജിനോട് അടുത്തുള്ള ഓർത്തഡോക്സ് സ്റ്റുഡൻറ് മൂവ്മെൻറ്റിൻ്റെ സെൻറ്ററിലാണ് നടത്തി വരുന്നത്. അതോടൊപ്പം എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഐക്കൺ എക്സലൻസ് അവാർഡ് എന്നുള്ളത്. സമൂഹത്തിൽ പ്രതിഭാശാലികളായ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക, പ്രത്യേകിച്ചും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾ, അവർക്ക് പഠിക്കുവാൻ മുന്നോട്ട് പോകുവാനുള്ള പ്രയാസമുണ്ടാകുമ്പോൾ അവരെ ആ ഭാഗത്ത് കുറെ സഹായിക്കുവാനും വളർത്തുവാനും ആഗ്രഹിച്ചുകൊണ്ട് നാം ഐക്കൺ ചാരിറ്റീസിൻ്റെ പൂർണ്ണ പിന്തുണയോടെ നടത്തുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഐക്കൺ എക്സലൻസ് അവാർഡ് എന്നുള്ളത്. ഈ വർഷം 533 കുട്ടികൾക്ക് കേരളത്തിനും അതിന് പുറത്തുമുള്ള മേഖലകളിൽ നിന്നായിട്ട് 533 കുട്ടികളെയാണ് ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ കുട്ടികൾക്കെല്ലാം കൂടി 56 ലക്ഷം രൂപയാണ് ഈ വർഷം ഈ ഐക്കൺ എക്സലൻസ് അവാർഡായിട്ട് നൽകുന്നത്. ഇങ്ങനെയുള്ള
സമൂഹത്തിൽ പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടുവാനും അവയെ അതിജീവിക്കുവാനും തക്കവണ്ണം കുടുംബങ്ങളെ ബോധവൽക്കരിക്കുന്ന പദ്ധതികളാണ് ഈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഇവിടെ ഇരിക്കേണ്ടത് ഈ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഇപ്പോഴത്തെ സഹായ മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യോഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമേനിയാണ്. തിരുമേനി അല്പസമയത്തിനുള്ളിലൂടെ എത്തും എന്ന് അറിയിച്ചിരിക്കുന്നത് കൊണ്ട് അധ്യക്ഷന് തൽക്കാലം ഈ മീറ്റിംഗിൽ ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി ഇന്ന് നമുക്ക് അനുഗ്രഹ സന്ദേശം നൽകുവാനും ഈ അവാർഡ് ഇവിടെ വിതരണം ചെയ്യുവാനും തക്കവണ്ണം എഴുന്നള്ളിയിരിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ വളരെ ശക്തമായ ഒരു നേതൃത്വത്തിലും ആശീർവാദത്തിലുമാണ് ഈ ഒരു പദ്ധതി നമ്മൾ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്കറിയാം ബാബാ തിരുമേനി ഇന്നത്തെ ദിവസം വളരെ വളരെ ബിസി ഷെഡ്യൂളിലാണ്. തിരുമേനി ഇന്ന് കണ്ടനാളിൽ നിന്ന് വളരെ തിരക്ക് പിടിച്ച് ഓടിയെത്തുകയാണ്. നിങ്ങളോടുള്ള പ്രത്യേക വാത്സല്യം കൊണ്ടും ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടും നിങ്ങളെ അനുഗ്രഹിക്കണമെന്നുള്ള വലിയ താല്പര്യം കൊണ്ടുമാണ് പരിശുദ്ധ ബാബാ തിരുമേനി കൃത്യസമയത്ത് തന്നെ ഇവിടെ എഴുന്നള്ളി നമ്മെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിലെല്ലാം തിരുമേനിയുടെ ശക്തമായ നേതൃത്വവും അനുഗ്രഹവും ഉണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ഈ യോഗത്തിലേക്ക് പരിശുദ്ധ ബാബാ തിരുമേനിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ മുമ്പ് ഓർപ്പിച്ചു, ഇന്ന് ഇവിടുത്തെ അധ്യക്ഷനായിരിക്കേണ്ടത് ഈ ഭദ്രാസനത്തിൻ്റെ അസിസ്റ്റന്റ് മെത്രാപ്പൊലീത്ത അഭിവന്യ യോഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമേനിയാണ്. തിരുമേനി ഇന്ന് കോട്ടയം ഭദ്രാസനത്തിൻ്റെ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന മീറ്റിംഗിൽ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് സാങ്കേതികമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു സമയത്തെ ഒരു സാഹചര്യത്തിലല്ല. എങ്കിലും മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ഇവിടെ വന്നുകൊള്ളാം എന്നറിയിച്ചിരിക്കുന്നു. അഭിവന്യ തിരുമേനി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ തന്നെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ആശംസകൾ, അധികം ആശംസകളില്ല, രണ്ടുപേര് മാത്രമേ ഉള്ളൂ ആശംസകൾക്കായിട്ട്. ഈ പാമ്പാടി ഡയറായുടെ മാനേജറും നമുക്കിന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് നമുക്കൊരു പ്രയാസവും കൂടാത്തതൊക്കെ ഓർഗനൈസ് ചെയ്ത് നമ്മെ സപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട മാത്യൂസ് കെ ജോൺ അച്ഛൻ, മാത്തുക്കുട്ടി അച്ഛനാണ്. അച്ഛനെ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ രണ്ടാമത്തെ ഒരു ആശംസ അറിയിക്കുന്നത് സഭയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ബഹുമാനപ്പെട്ട PC ഏലിയാസ് സാറാണ്. PC ഏലിയാസ് സാറ് നമ്മുടെ ഈ ഐക്കോൺ ചാരിറ്റീസിൻ്റെ വർക്കുകളിൽ ആദ്യം മുതൽ തന്നെ വളരെ ശ്രദ്ധയോടെ ഇടപെടുകയും പ്രത്യേകിച്ചും അതിൻ്റെ വാർത്തകൾ നൽകുന്ന കാര്യത്തിലൊക്കെ വളരെ നമ്മെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ പല നിർദ്ദേശങ്ങളും നമുക്ക് വളരെ സഹായകരമായിട്ടും ഉണ്ട്. കാലാകാലങ്ങളിൽ ഏലിയാസ് സാർ നൽകുന്ന വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമൊക്കെ നന്ദി സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന ഭദ്രാസന തല ചുമതല വഹിക്കുന്നവരാണ്. പുത്തമ്പോൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലുള്ള ബഹുമാനപ്പെട്ട റോയ് പി തോമസ് അച്ഛൻ, അതുപോലെ തന്നെ നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സൈമൺ വർഗീസ് അച്ഛൻ. ഇവരെ രണ്ടുപേരെയും സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പം മുമ്പ് ഈ ക്ലാസ്സുകൾക്ക് ബഹുമാനപ്പെട്ട എബിൻ അച്ഛനും അതുപോലെ ബഹുമാനപ്പെട്ട ഷിബു അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു. ആ അച്ഛന്മാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഥനി കോൺവെന്റിൽ നിന്ന് സിസ്റ്റർ മറീന, സിസ്റ്റർ ക്രിസ്റ്റീന, സിസ്റ്റർ രോധ, 3 സിസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അവർ വളരെ മുഴുവൻ സമയവും ഇവിടെ സംബന്ധിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു.
രജിസ്ട്രേഷൻ കൗണ്ടറിലും മറ്റുമൊക്കെയായി നമുക്ക് സേവനം ചെയ്യുന്ന സെമിനാരി സ്റ്റുഡൻസ്, അതുപോലെ തന്നെ പാമ്പാടി ദേറ സ്കൂളിൻ്റെ കുട്ടികൾ ഇവിടെ വന്ന് നമ്മളെ സഹായിക്കുകയുണ്ടായി. അവരെയൊക്കെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇപ്പോൾ ഇവിടെ ക്ലാസ്സിലെത്ത ഡോക്ടർ വർഗീസ് പുന്നൂസ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഡോക്ടർ വർഗീസ് പുന്നൂസ് വളരെയധികം ദൂരത്തു നിന്ന്, കൊല്ലത്തു നിന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈ ജോയ് സാർ, പ്രൊഫസർ വൈ ജോയ്, ഇവർ രണ്ടുപേരും നമ്മുടെ മിനിസ്ട്രിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സാണ്. അവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് അലക്സാണ്ടർ സാറ്, അദ്ദേഹം ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, സാറ് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ഇങ്ങോട്ട് വന്ന് ഈ കാര്യങ്ങളിൽ വളരെ സഹകരണം കാണിക്കുകയും നമ്മെ പല തരത്തിലും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോസഫ് അലക്സാണ്ടർ സാറിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മിനിസ്ട്രിയുടെ വോളണ്ടിയേഴ്സായിട്ട്, വിഭാസനയുടെ വോളണ്ടിയേഴ്സായിട്ട് ഇവിടെ വന്നിരിക്കുന്നവർ, ഇന്ന് ഈ അവാർഡ് വാങ്ങുവാൻ തക്കവണ്ണം ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ വളരെ പ്രതിഭാശാലികളായ, ഇവിടെ ശ്രീ ജോർജ് എബ്രഹാം പറഞ്ഞ പോലെ 98% മാർക്ക് വാങ്ങിച്ച കുട്ടികൾ വരെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും വളരെ അനുമോദനം അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കുട്ടികളോടൊപ്പം വന്നിരിക്കുന്ന പേരൻസ്, അവർ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് ബസ്സും ഒക്കെ ക്രമീകരിച്ച് ഇവിടെ എത്തിയ പേരൻസ്, ഈ കുട്ടികളെ അനുഗമിച്ച മറ്റാളുകൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാമ്പാടി ദേറായുടെ അന്തേവാസികളും അതുപോലെ ഇവിടെ പ്രവർത്തിക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം സന്തോഷത്തോടെ ഓർക്കുന്നു. അങ്ങനെ ഈ യോഗവുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക, എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കും. അടുത്തായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. അഭിനന്ദ തിരുമേനി പിന്നാലെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ പരിശുദ്ധ ബാബ തിരുമേനി ഇപ്പോൾ നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതാണ്. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അധ്യക്ഷ വേദി വിവക്ഷരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, പ്രൊഫസർ PC ഏരിയ സാറ്, ഡോക്ടർ വർഗീസ് പുന്നൂസ്, പ്രൊഫസർ ജോയി, ജോസഫ് അലക്സാണ്ടർ, ഐക്കൺ ചാരിറ്റിയുടെ ജോർജ് എബ്രഹാം ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ, സന്നിഹിതരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഈ ഐക്കൺ ചാരിറ്റിയുടെ പ്രവർത്തനമെന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതും അതേസമയം പൂർണ്ണത അതിൻ്റെ സ്വഭാവത്തിൽ കൈവരിച്ചിട്ടുള്ളതുമായ ഒരു പ്രസ്ഥാനമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷത്തിന് മുമ്പ് ഈ ഐക്കൺ ചാരിറ്റിയുടെ പ്രവർത്തനം ഇടുക്കിയിൽ ഞാൻ ആദ്യം അതേക്കുറിച്ച് കേട്ടപ്പോൾ അത് കൃത്യമായി എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. വളരെ പ്രത്യേകതകളുണ്ട് ഈ ഐക്കൺ ചാരിറ്റിയുടെ ഈ വിതരണ ശൈലിക്ക്, അതുപോലെ തന്നെ അർഹരായവരെ തിരഞ്ഞെടുക്കുന്ന ശൈലിയിൽ, അതിൻ്റെ ഫണ്ട് റിസോഴ്സസ് ശേഖരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെ പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആർക്ക് കൊടുക്കുന്നു എന്ന് തരുന്നവൻ അറിഞ്ഞുകൂടാ. ഐക്കൺ ചാരിറ്റി എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ധനശേഖരണം നടത്തുന്ന, അല്ലെങ്കിൽ ധനം അതിനായിട്ട് മാറ്റിവെക്കുന്ന ഒരാൾക്ക് ധാരുടെ കൈകളിലാണ് എത്തുന്നത് എന്ന് അവർക്ക് കൃത്യമായി അറിയാമോ എന്ന സംശയമാണ്. രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിലേതെങ്കിലും സഭയുടെയോ ഏതെങ്കിലും ഒരു വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും മാനദണ്ഡത്തിലല്ല, മനുഷ്യൻ എന്ന മാനദണ്ഡം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ജാതി മത വർണ്ണ വർഗ ഭേദമന്യേയുള്ള ഒരു തിരഞ്ഞെടുപ്പും വിതരണവുമാണ് ഉള്ളത്. ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഏത് മതമാണ്, ഏത് സഭയാണ്,
ഏത് കുടുംബമാണ്, ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി ഉള്ള ഒരു വിതരണം. അതിലും അല്പം അതിനേക്കാൾ എത്രയോ മേന്മയുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു ഭേദാഭേദങ്ങൾ ഒന്നും കണക്കിലെടുക്കാതെ അവരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ഒരു 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 അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചൊരു പദമുണ്ട്. യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജാതി എന്ന് പറയുന്നത് യഹൂദ മതമാണ്. ഒരു യഹൂദനായി ജനിച്ചു എന്നവിടെ എഴുതിയില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടത് മനുഷ്യനായി പറഞ്ഞു. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഒരൊറ്റ ജാതിയെ മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ കരുതലിൽ ഉൾപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി അത് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഐക്യൻ ചാരിറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വ്യക്തി എവിടെ, എങ്ങനെ, ഏത് വർണ്ണത്തിൽപ്പെട്ടു, ഏത് വർഗത്തിൽപ്പെട്ടു, ഏത് സഭയിൽപ്പെട്ടു എന്ന് ഒരിക്കലും അന്വേഷിക്കാറില്ല എന്നാണ് എൻ്റെ വിചാരം. അതൊരു വളരെ വലിയ ഒരു ഏറ്റവും മനോഹരമായ ഒരു ഒരു ശൈലിയായിട്ട് എനിക്ക് തോന്നുന്നു. മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ ധനം സമാഹരിക്കുന്നത് ആരെങ്കിലും പോയി ഇന്നത് തരണമെന്ന് പറഞ്ഞിട്ടുള്ള യാതൊരു സമാഹരണ ശൈലിയല്ല. സ്വമേധയാ അതിന് അവരെ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെയാണ് അവരുടെ പ്രധാന പ്രവർത്തനത്തിൻ്റെ മണ്ഡലങ്ങൾ. ആരും ആരുടെ വീട്ടിൽ ചെന്നോ ആരുടെ അടുത്ത് ചെന്നോ ഇന്ന ആവശ്യമുണ്ട്, നീ കുറേ പണം തരണം എന്ന് പറയുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കുമ്പോൾ സ്വമേധയാ അവർ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ നന്മയുടെ അംശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനോട് ചേർന്ന് സഹകരിക്കുകയാണ്. ഐക്കൺ എക്സലൻസ് അവാർഡ് പ്രതിഭാശാലിയായ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവരെ സഹായിക്കുവാനുമുള്ള ഒരു പദ്ധതി ആണ് ഇവിടെ ഇപ്പോൾ ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നുള്ളതും മനോഹരമായിരിക്കുന്നു. നമ്മളെല്ലാം ഈ വിദ്യാഭ്യാസം നടത്തുമ്പോൾ, ഇപ്പോൾ വിദ്യാഭ്യാസത്തിലെ അതായത് പഠനത്തിൽ സമർത്ഥരും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ളവരും പ്രതിഭാശാലികളും അങ്ങനെയുള്ള മാനദണ്ഡമാണ് നാം പലപ്പോഴും പറയുന്നത്. വൈദ്യൻ, വൈദികൻ, വിദ്യാർത്ഥി, അധ്യാപകൻ അങ്ങനെയുള്ള പദങ്ങൾ മുഴുവനും ശേഖരിച്ച് അതിൽ ഒരു ഒളിഞ്ഞു കിടക്കുന്നൊരു ക്രിയാധാതുവുണ്ട്. ആ ക്രിയാധാതു എന്ന് പറയുന്നത് ദ്യുതി അഥവാ ദ്യുത് എന്ന് പറയുന്ന സംസ്കൃത ധാതുവാണ്. ആ സംസ്കൃത ധാതുവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രകാശമെന്നാണ്. അപ്പോൾ വിദ്യാർത്ഥികളായ കുഞ്ഞുങ്ങൾ അവരുടെ പഠനത്തിലൂടെ അവർക്ക് ലഭിക്കേണ്ടത് പ്രകാശമാണ്. സ്വഭാവ രൂപവൽക്കരണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് നമ്മുടെ ആർഷഭാരത സംസ്കാരവും പൗരസ്ത്യ ചിന്തയിലും വളരെ ശക്തമാണത്. ധാരാളം മാർക്ക് വാങ്ങി പഠനത്തിൽ ഒന്നാമതായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ നല്ല വിദ്യാർത്ഥിയായി തീരണമെന്നില്ല. നല്ല വിദ്യാർത്ഥിയായി തീരണമെങ്കിൽ നല്ല സ്വഭാവ ശൈലിയും കൂടെ ഉണ്ടാകണം. അങ്ങനെ നല്ല സ്വഭാവ ശൈലിയും പഠനത്തിൽ അതിസാമർഥ്യവും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പ്രകാശം നിറഞ്ഞിരിക്കും. ആ പ്രകാശം നിറഞ്ഞ് അവരെ ജീവിതത്തിലെ യൗവനത്തിലേക്കും പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലേക്കും അവർ വളരുമ്പോൾ അവരിൽ നിന്ന് വ്യാപിക്കുന്ന പ്രസരിക്കുന്ന പ്രകാശരശ്മികളുണ്ട് സമൂഹത്തിൽ. ആ പ്രകാശരശ്മികളാണ് സമൂഹത്തെ കുറ്റമറ്റതാക്കി തീർക്കുന്നത്.
നാം പലപ്പോഴും പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വായിച്ചാൽ മനസ്സ് നൊന്ത് നീറുന്ന എത്ര വാർത്തകളാണ് ഓരോ ദിവസവും വായിക്കുന്നത്. മക്കൾ മാതാപിതാക്കളെ വെടിവെച്ച് കൊല്ലുന്നു, മാതാപിതാക്കൾ മക്കളെ ഉപദ്രവിക്കുന്നു, കവർച്ചയ്ക്ക് എല്ലാ തരത്തിലും ഉള്ള അതിനുള്ള സംവിധാനങ്ങൾ പലയിടങ്ങളിലും കാണുന്നു. കവർച്ചയും കൊലപാതകവും ലഹരി പദാർത്ഥങ്ങളും എല്ലാ തരത്തിലും എല്ലാ മാഫിയകളും ശക്തമായി പ്രവർത്തിച്ച് ഇതെല്ലാം വാർത്തയായിട്ട് ആഘോഷിക്കുകയാണ്. നമ്മുടെ മീഡിയകൾ പോലും കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള നെഗറ്റീവ് മെസ്സേജസിനാണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരാൾ എങ്ങനെയാണ് കവർച്ച നടത്തിയത് അതൊക്കെ അവർ വിശദമായി എഴുതും. അതൊരു ആഘോഷമാണ്. ആരെങ്കിലും കവർച്ച നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് പുതിയ പുതിയ ആശയങ്ങൾ നൽകുന്ന ഒരു രീതിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വിദേശ രാജ്യങ്ങളിലെ നമുക്കറിയാം ഇപ്പോഴേ റോഡിലൊക്കെ നമ്മുടെ സർക്കാർ ക്യാമറകൾ പിടിപ്പിച്ചിട്ടുണ്ട്. എന്തോന്നിനാന്നറിയാം, ഓവർ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി. പക്ഷെ ആ ക്യാമറ അവർ ഒളിച്ചു വയ്ക്കുകയുള്ളൂ. ഇങ്ങനെ ക്യാമറ ഉണ്ട് എന്ന് ആരും കാണാത്തവരെടുത്ത് അവർ മറച്ചു പോകും. അത് തെറ്റ് ചെയ്തതിന് ശേഷം ശിക്ഷിക്കാനുള്ള ഒരു ഉപകരണം പോലെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ക്യാമറ ഉണ്ടെങ്കിൽ അത് ഇവിടെ ക്യാമറയുണ്ട്, അതുകൊണ്ട് നീ വളരെ സ്പീഡ് കുറഞ്ഞ വണ്ടി ഓടിക്കാവൂ എന്ന് മുന്നമേ തന്നെ ഒരു അറിയിപ്പ് കൊടുക്കുന്ന വിധത്തിൽ അവരത് വെക്കും. തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് തെറ്റാണ്, ചെയ്യാതിരിക്കാനുള്ള മാർഗങ്ങൾ ഉപദേശിക്കുകയോ അതാണോ നല്ലത്, തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നതാണോ? എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തെറ്റുകളിലേക്ക് വീഴാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ ഒക്കെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സമർത്ഥമായി പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കണം. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രകാശം പ്രസരിച്ച് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ പരക്കുള്ളൂ. ലോകത്തിൽ ഏറ്റവും വലിയ ശക്തൻ ആരാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ജീവിതം നയിച്ചിട്ടുള്ള വ്യക്തിയാണ് ലോകത്തെ കീഴടക്കിയവൻ, മറ്റാരുമല്ല. യുദ്ധം ചെയ്ത് ലോകത്തെ കീഴടക്കുന്നതിനേക്കാൾ എത്രയും ശക്തമാണ് സൽസ്വഭാവം കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കൽ. വാളുകൊണ്ടും ബോംബ് കൊണ്ടും യുദ്ധം ചെയ്ത് രാജ്യങ്ങളെ പിടിച്ചടക്കുന്നതിനേക്കാൾ എത്രയോ ശക്തമാണ് സ്നേഹം കൊണ്ടും സൽസ്വഭാവം കൊണ്ടും വിശുദ്ധി കൊണ്ടും പ്രകാശം കൊണ്ടും മനുഷ്യരാശിയെ കീഴടക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് അതാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് കാരണവന്മാർ പറയുന്നത് സ്വഭാവ രൂപവൽക്കരണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യമെന്ന്. ഇന്ന് അത്രയും ഒരു ഊന്നൽ കൊടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇന്ന് നാം കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിക്കണം, അതിൽ ശക്തരാകണം, അത് മത്സരഭാവത്തോടെ പഠിക്കണം, അയൽപ്പക്കത്തെ വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കണം. അങ്ങനെ പഠനത്തിലും മത്സരഭാവം പുലർത്തി ഒപ്പമുള്ളവനെ എങ്ങനെ താഴ്ത്തി ആ മത്സരത്തിൽ വിജയിക്കാം എന്നുള്ളൊരു വികാരമാണ് ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക, പഠനത്തിൻ്റെ ആനുപാതികമായിട്ട് തന്നെ സൽസ്വഭാവമുള്ളവരാവുക. ജീവിതം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു അപ്പരട്ടസാണ്. 2 തവണ പരീക്ഷിക്കാനൊക്കെയല്ല ജീവിതം. ഐദർ ഇറ്റ് ഈസ് എ വൺ വേ ട്രാഫിക്കിലൂടെ കുറേ അങ്ങോട്ട് പോയി ആ വഴി തെറ്റിയെന്ന് പറയുമ്പോൾ തിരിച്ചു വരാൻ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ജീവിതം ഒരിക്കൽ മാത്രം പരീക്ഷിച്ച് നോക്കുവാൻ വേണ്ടി
ദൈവം തന്ന വരദാനമാണ്. ആ വരദാനത്തെ മറ്റുള്ളവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പൂർവികരുടെ ഉപദേശങ്ങളുടെ വെളിച്ചത്തിലും ആ ജീവിതമാകുന്ന ഉപകരണം കേടുകൂടാതെ വഴിതെറ്റിപ്പോകാതെ അത് കൈവശപ്പെടുത്തുവാൻ തക്കവണ്ണം നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. അങ്ങനെ ബുദ്ധിയുള്ളവരാണ് ലോകത്തെ കീഴ്പ്പെടുത്തുന്നത്. സ്നേഹം കൊണ്ടും സൽസ്വഭാവം കൊണ്ടും കീഴ്പ്പെടുത്താനായിരിക്കണം നമ്മുടെ ശ്രമം. അല്ലാതെ മാർക്ക് വാങ്ങിച്ച് പഠനത്തിൽ മുന്നേറുക എന്നുള്ള ലക്ഷ്യം മാത്രമാകരുത്. അത് വേണം, വേണ്ടെന്നല്ല പറയും, സംശയമൊന്നും. അല്ലാതെ പഠിച്ച് വിജയിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ഒരാളെ ഇന്ന് ആർക്കും ലോകത്തിൽ വേണ്ട. ഒരിടത്ത് ചെന്നാലും നമ്മളെ ആവശ്യമില്ല. അതുകൊണ്ട് പഠനത്തിൽ മുന്നേറുക, അതോടൊപ്പം തന്നെ സൽസ്വഭാവിയായി തീരുക, സ്നേഹം കൊണ്ട് നിറയുക, ആ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക, ഇതിനൊക്കെ നിങ്ങൾ മുൻതൂക്കം കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഐക്കൺ ചാരിറ്റീസും മലങ്കര സഭയുടെ ഹ്യൂമൻ എംപവർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് ചേർന്ന് ഇതൊക്കെ ഭംഗിയായി അത് ക്രമീകരിക്കുന്നു. ഈ നമ്മൾ വിതരണം ചെയ്യുന്നത് പോലും മനോഹരം നന്നായിട്ടല്ല എങ്കിൽ എന്തൊരു ദുഃഖമാണ്. നിങ്ങൾക്കറിയാം, ഈ പല പാവപ്പെട്ടവരും വന്ന്, നമ്മുടെ കാര്യമല്ല പറയുന്നത്, മാഫിയയുടെ കീഴിൽ പാവപ്പെട്ടവരെ ഉപയോഗിക്കുന്ന ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വല്ല സിഗ്നൽ പോയിന്റിൽ വണ്ടി അവിടെ നിർത്തിയിടുമ്പോഴേക്കും പല പാവപ്പെട്ടവരും വന്ന് നമുക്ക് അവർ കൈ നീട്ടുന്നത് കാണാം. നമുക്ക് കൊടുക്കാതിരിക്കാൻ തോന്നുകയില്ല. എന്തേലും കൊടുത്ത് അവരുടെ മുഖത്ത് അവരുടെ മുഖം ഒന്ന് തെളിയാൻ തക്കവണ്ണം നമ്മൾ കൊടുക്കും. പക്ഷേ ഈ കൊടുക്കുന്നത് ലഭിക്കുന്നവനല്ല, നമ്മൾ ആരുടെ കയ്യിലാണോ എന്തെങ്കിലും വെച്ച് കൊടുത്തതെങ്കിൽ അവനത് അനുഭവിക്കാൻ പറ്റുകയില്ല. അവനതെല്ലാം ശേഖരിച്ച് അവൻ്റെ ഒരു തലവനുണ്ട്, മാഫിയ തലവൻ, അവർ കൊണ്ടുകൊടുക്കണം. അവൻ ചിലപ്പോൾ 100 യാചകരെ ഇതുപോലെ കൈയൊടിച്ച് കാലൊടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അങ്ങ് നിയമിച്ചിരിക്കുവാണ്. അപ്പോൾ ഓരോരുത്തരും ഇത്ര രൂപ കൊണ്ടുവന്ന് തന്നിരിക്കണമെന്ന് പറയും. ഈ കൈ നീട്ടുന്ന കുട്ടിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ കാര്യമായിട്ടൊന്നുമില്ല. അവൻ ഏതോ മാഫിയായ തലവൻ്റെ ഒരു അടിമപ്പണി ചെയ്യുന്നവനാണ്. ഇതാണ് ലോകത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതം ഒരിക്കൽ മാത്രം എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഒരു വരദാനമാണ്. ആ നല്ല വരദാനം കാത്തു സൂക്ഷിക്കണം. ജീവിതം ഒരു പളുങ്ക് പാത്രം പോലെയാണ്. അത് താഴോട്ട് വീണാൽ വീണുടയും. വീണുടഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് ഒരു പളുങ്ക് പാത്രം വീണുടഞ്ഞാൽ വീണ്ടും അതിനെ നല്ലൊരു പളുങ്ക് പാത്രമായിട്ട് ക്രമപ്പെടുത്താൻ വകുപ്പുണ്ടോ? ഒരു കഷ്ണേ പോയി വേണ്ടി ഒട്ടിക്കാമായിരിക്കാം, എന്നാലും ഒട്ടിച്ചാലും അങ്ങനെ നിൽക്കുമൊന്നുമില്ല. അപ്പോൾ ഒരു പളുങ്ക് പാത്രം പോലെയുള്ളൊരു ജീവിതം. അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ അപകടകരമായ ആപത്തുകൾ മനസ്സിലാക്കി ജീവിക്കണം. നന്നായി പഠിക്കണം. സൽസ്വഭാവം വേണം. സ്നേഹം കൊണ്ട് നിറയണം. സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തണം. ആർദ്രനാസക്തിക്കൊരു നിയന്ത്രണം ഉണ്ടാകണം. അധ്വാനം കൊണ്ട് വേണം നാം സമ്പാദിക്കുവാൻ വേണ്ടി. എളുപ്പമാർഗങ്ങൾ ഒരിക്കലും അതിൽ കണ്ടുമുട്ടാൻ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എങ്കിൽ മാത്രമേ ഈ ജീവിതം എന്നും ശോഭയോടെ ഈ പളുങ്ക് പാത്രം വീണുടയാതെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ കടന്നു വന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കാൻ ലഭിച്ച അവസരം ജീവിതത്തിൽ ഒരു പുണ്യ മുഹൂർത്തമായിട്ട് കരുതിക്കൊണ്ട് എല്ലാവർക്കും ദൈവികമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ സംസാരിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസിനോടുള്ള നന്ദി തൃപ്പാദത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. ആശംസാ പ്രസംഗത്തിനായി പാമ്പാടി മാർ കുര്യാക്കോസ് ദേര മാനേജർ ഇത്രയും ബഹുമാനപ്പെട്ട മാത്യു കെ ജോണസിനെ സവിനയം ക്ഷണിക്കുന്നു.